റമദാൻ വ്രതം അനുഷ്ഠിക്കുന്നത് പോലെ പരമപ്രധാനമാണ് വ്രതം അനുഷ്ഠിക്കുന്നവർക്കുള്ള എല്ലാ സഹായങ്ങളും എത്തിക്കുക എന്നുള്ളത്. ഇഫ്താർ കിറ്റ് വിതരണം അടക്കം ഇതിൽ ഉൾപ്പെടും. പ്രവാസി സംഘടനകളുടെ നേതൃത്വത്തിലും സർക്കാർ സംവിധാനങ്ങളുടെ നേതൃത്വത്തിലുമൊക്കെ നിരവധി കേന്ദ്രങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിൽ നമുക്ക് ഈ കാഴ്ചകൾ കാണാൻ കഴിയും. اللهم كما أجريت على الألسن الثناء على الشيخ زايد ومدحه. റഹ്മത്തിന്റെ 10 കാരുണ്യത്തിന്റെ കാലം. റമദാനിലെ ആദ്യ 10 ദിനങ്ങൾ പടച്ചവന്റെ കാരുണ്യവും അനുഗ്രഹവും ഏറ്റവും അധികമായി ഭൂമിയിലെത്തുന്ന ദിവസങ്ങളാണ്. അള്ളാഹുവിനോട് കാരുണ്യം തേടുന്ന പ്രാർത്ഥനകളുടെ പുണ്യകാലത്തിലൂടെയാണ് വിശ്വാസികൾ കടന്നുപോകുന്നത്. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ബുധനാഴ്ചയും ഒമാനിൽ വ്യാഴാഴ്ചയുമാണ് പുണ്യങ്ങളുടെ മാസം പിറന്നത്. മാസപ്പിറവി കണ്ടതായി വാനനിരീക്ഷകരും നിരീക്ഷണ കമ്മിറ്റികളും മതകാര്യ മന്ത്രാലയങ്ങളും സ്ഥിരീകരിച്ചതോടെ പള്ളികളിലേക്ക് വിശ്വാസികളുടെ പ്രവാഹമായി. റമദാനിലെ ആദ്യ വെള്ളിയിൽ പള്ളികളും അങ്കണങ്ങളും നിറഞ്ഞ് പാതകളിലേക്കും പരിസരങ്ങളിലേക്കും വരെ വിശ്വാസികളുടെ നിര നീണ്ടു. അറിഞ്ഞും അറിയാതെയും ചെയ്തുപോയ പാപങ്ങളിൽ നിന്നുമുള്ള മോചനം, ആത്മാവിനെ കൂടുതൽ വിശുദ്ധമാക്കി റമദാനിലെ ശേഷിക്കുന്ന ദിനങ്ങളെ നെഞ്ചോട് ചേർക്കാനുള്ള തിരക്കിലാണ് വിശ്വാസികൾ. വിശുദ്ധ ഖുർആൻ പിറന്ന മാസമാണ് റമദാൻ. ഇസ്ലാമിക കലണ്ടറിലെ 9ാമത്തെയും ഏറ്റവും പവിത്രവുമായ മാസം. 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ദിനമായ ലൈലത്തുൽ ഖദറിനായി വിശ്വാസികൾ ഊണും ഉറക്കവും ഒഴിച്ച് കാത്തിരിക്കുന്ന മാസം. സർക്കാരുകളും സ്വദേശികളും സ്വകാര്യ സ്ഥാപനങ്ങളും പ്രവാസികളും ഇങ്ങനെ ഗൾഫിലെ എല്ലാ മേഖലകളിലുമുള്ളവർ വിശുദ്ധ മാസത്തെ വരവേൽക്കാൻ നേരത്തെ തയ്യാറെടുപ്പ് തുടങ്ങിയിരുന്നു. സൗദി അറേബ്യ, UAE, ഒമാൻ, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളിലെല്ലാം ഇതിനുള്ള ഒരുക്കങ്ങൾ നേരത്തെ തന്നെ പൂർത്തിയാക്കി. ജോലിയും വ്രതവും ഒരുമിച്ച് കൊണ്ടുപോകാവുന്ന വിധത്തിലാണ് ക്രമീകരണങ്ങൾ. കുട്ടികൾക്കാണെങ്കിൽ പഠനവും വ്രതവും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള സൗകര്യം. സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തന സമയം കുറച്ചു. സ്വകാര്യ മേഖലാ ജീവനക്കാരുടെ ജോലി സമയത്തിൽ ഇളവ് വരുത്തി. സ്കൂളുകളുടെ പ്രവർത്തന സമയവും പുനഃക്രമീകരിച്ചു. എല്ലാ മേഖലകളിലുമുള്ള വിശ്വാസികളെ ഇങ്ങനെ നെഞ്ചോട് ചേർക്കുകയാണ് അറബ് ലോകം. നമ്മുടെ വയറിന് മാത്രമല്ല നോമ്പ്, നമ്മുടെ കണ്ണിന് നോമ്പ്, സംസാരത്തിന് നോമ്പ്, നമ്മുടെ പ്രവൃത്തിയിൽ നോമ്പ്. അതിനൊക്കെ ഒരു റെസ്ട്രിക്ഷനാണ് നോമ്പ്. ലോകത്ത് ഒരുപാട് ആളുകൾ ഭക്ഷണം കഴിക്കാതെ വിഷമിച്ച് ജീവിക്കുന്നുണ്ട്, ഒരു നേരം ഭക്ഷണം ശരിക്ക് കിട്ടാതെ. അപ്പോൾ അവരുടെ ബുദ്ധിമുട്ടും വിഷമവും എന്തായിരിക്കുമെന്ന് കൂടി ഈ അവസരത്തിൽ നമ്മൾക്ക് മനസ്സിലാവുകയാണ്. എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവരും ഒരുമിച്ചിരുന്ന് നോമ്പ് തുറക്കുക, അതൊരു സാറ്റിസ്ഫാക്ഷൻ കൂടിയാണ്. UAE-യിൽ പ്രത്യേകം അനുവദിച്ച കേന്ദ്രങ്ങളിൽ ഒരുക്കിയ റമദാൻ ടെന്റുകൾ പുണ്യ റമദാൻ നൽകുന്ന മഹാസന്ദേശത്തിന്റെ അടയാളങ്ങൾ കൂടിയാണ്. വ്രതമനുഷ്ഠിക്കുന്നത് പോലെ പരമപ്രധാനമാണ് വ്രതമനുഷ്ഠിക്കുന്നവർക്ക് നോമ്പു തുറക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നത്. ഓരോ ദിവസവും 10,000-കണക്കിന് പേർക്കാണ് റമദാൻ ടെന്റുകളിൽ ഇഫ്താർ വിരുന്ന് നൽകുന്നത്. KMCC, മർക്കസ്, ഇൻകാസ്, ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ, സോഷ്യൽ സെന്റർ തുടങ്ങി മലയാളികളുടെ നേതൃത്വത്തിലുള്ള എല്ലാ പ്രവാസി സംഘടനകളും ഇക്കാര്യത്തിൽ മത്സര ബുദ്ധിയോടെ മുന്നിലുണ്ട്. ജോലി കഴിഞ്ഞുള്ള സമയത്താണ് ഓരോരുത്തരും ഇങ്ങനെയുള്ള സേവനത്തിന് ഓടിയെത്തുന്നത്. ഉച്ചയ്ക്ക് 2 മണിക്ക് വന്ന് രാത്രി 8-9 മണി വരെ അവരുടെ പ്രവർത്തനമായിട്ട് നല്ല രീതിയിൽ എല്ലാവരും ജോലി കഴിഞ്ഞിട്ടാണ് വരുന്നത്. നല്ല രീതിയിൽ പ്രവർത്തിച്ച് എല്ലാം ക്ലീൻ ചെയ്ത് അവസാനം എല്ലാവരും നോമ്പ് തുറപ്പിച്ചതിന് ശേഷമാണ് എല്ലാവരും വീട്ടിൽ പോകാൻ. തൊഴിലാളി ക്യാമ്പുകളിലുമുണ്ട് പ്രവാസി സംഘടനകളുടെ കാരുണ്യ സ്പർശം. ദുബായിലും ഷാർജയിലുമെല്ലാമുള്ള ലേബർ ക്യാമ്പുകളിൽ അക്കാഫ് അടക്കമുള്ള സംഘടനകൾ ഓരോ ദിവസവും 1000-കണക്കിന് ഇഫ്താർ കിറ്റുകൾ എത്തിക്കും. ICF-ന് കീഴിൽ ദുബായ് മർക്കസ് കേന്ദ്രീകരിച്ചും അതുപോലെയുള്ള മറ്റ് കേന്ദ്രങ്ങളിൽ വെച്ചും പൊതുസ്ഥലങ്ങളിൽ വെച്ചുമെല്ലാം ഇഫ്താറിൻ്റെ പ്രോഗ്രാമുകളുണ്ടാകും. ഇഫ്താറിൽ പ്രത്യേകിച്ച് ഒരു മെട്രോപൊളിറ്റൻ സിറ്റി എന്ന നിലക്ക് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ, വിവിധ ഭാഷക്കാരായ ആളുകൾ, വിവിധ വേഷവും സംസ്കാരവുമുള്ള ആളുകൾ ഒക്കെ ഒന്നിച്ചിരിക്കുന്ന വലിയൊരു കാഴ്ചയായിരിക്കും ദുബായിലെ ഇഫ്താർ മജ്ലിസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുക.
റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ പോലും നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ നമുക്ക് നൽകാൻ റോഡരികിൽ പടച്ചവന്റെ സന്നദ്ധ സേവകരുണ്ടാകും. വിവിധ സർക്കാർ വകുപ്പുകളുടെ സഹായത്തിൽ കൂടിയാണ് ട്രാഫിക് സിഗ്നലുകൾ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇഫ്താർ കിറ്റുകളുടെ വിതരണം. നോമ്പുതുറ സമയം വിശ്വാസികളെ അറിയിക്കാൻ ദുബായ് പോലീസും സജ്ജമാണ്. നഗരത്തിന്റെ പല ഭാഗങ്ങളിലായി ക്രമീകരിച്ച പരമ്പരാഗത റമദാൻ പീരങ്കികൾ നമുക്ക് കാണാം. ആധുനിക സാങ്കേതിക വിദ്യകളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ഇങ്ങനെ പീരങ്കി മുഴക്കിയാണ് വിശ്വാസികളെ നോമ്പുതുറ സമയം അറിയിച്ചിരുന്നത്. UAE ഗവൺമെൻറ് പ്രവൃത്തി സമയങ്ങൾ ക്രമീകരിച്ചതുകൊണ്ട് തന്നെ ഒരുപാട് ഉപകാരപ്രദമായ രീതിയിലാണ്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ആദ്യമൊക്കെ ആണെങ്കിൽ നമ്മൾ നല്ല ചൂട് കാലാവസ്ഥകളൊക്കെ ആയിരുന്നു. ഇപ്പോൾ ക്ലൈമറ്റ് വളരെ നോമ്പിന് അനുകൂലമാണ്. പിന്നെ നോമ്പൊക്കെ അൽഹംദുലില്ലാ ഉഷാറാണ്. പിന്നെ അതുപോലെ നമുക്ക് കൊടുക്കാൻ ജനങ്ങൾക്ക് കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് നമ്മുടെ അടുത്തുണ്ട്. പിന്നെ ഡ്യൂട്ടി സമയം വരെ സമയം കുറവാണ്. കുറച്ച് സമയം ജോലി ചെയ്യേണ്ട ആവശ്യം വരുള്ളൂ. പിന്നെ അൽഹംദുലില്ലാ എല്ലാ റാഹത്താണ്. അള്ളാഹുവിലുള്ള വിശ്വാസം, 5 നേരം പ്രാർത്ഥന, സക്കാത്ത്, റമദാൻ വ്രതാനുഷ്ഠാനം, പരിശുദ്ധ ഹജ്ജ് കർമ്മം ഇവയാണ് ഇസ്ലാം മത വിശ്വാസത്തിന്റെ അടിസ്ഥാനമായ 5 സ്തംഭങ്ങൾ. ആത്മസംയമനം, ക്ഷമ, കാരുണ്യം, പാവപ്പെട്ടവരോടുള്ള അനുകമ്പ, വിശപ്പിന്റെ വില ഓർമ്മപ്പെടുത്തൽ, മനുഷ്യരെല്ലാം തുല്യരാണെന്ന തിരിച്ചറിവ്, അള്ളാഹുവിലേക്കുള്ള അടുപ്പം. റമദാൻ വ്രതം നൽകുന്ന സന്ദേശം ഇങ്ങനെ പലതാണ്. മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റാനും നിലനിർത്താനുമുള്ള പടച്ചവന്റെ സന്ദേശം.